ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിജോസ് ന്യൂ ബിഗിൻ വേൾഡ്. ഞങ്ങൾ ഇന്ന് ബ്ലൂബെറി ഫാം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഹാമിൽട്ടണിലുള്ള നമ്മുടെ ലാവണ്ടർ ബാക്ക്യാർഡ് ഫാമിൽ തന്നെയാണ്. അവർ തന്നെ നടത്തുന്ന ഫാമാണ് ഇത് കേട്ടോ. ബ്ലൂബെറി ഫാം നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് കുറച്ച് ബ്ലൂബെറിയും കൂടെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ബ്ലൂബെറി ഫാം കാണാൻ വന്നപ്പോ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കുറേ ഗ്രേപ്സ് ഇങ്ങനെ കിടക്കുന്ന കണ്ടോ. അതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. നോക്കിക്കേ, നല്ല കൊലയായിട്ട്, നമ്മുടെ പഴുത്ത് വന്നിട്ടില്ല, പച്ചയാണ്, നല്ല കൊലയായിട്ട് കിടപ്പുണ്ട് കേട്ടോ. നല്ല നിറച്ചായിട്ട് കിടപ്പുണ്ട്. ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ നിറച്ച കൊലകളാ കിടക്കുന്നത്. ഈ മരങ്ങൾ കണ്ടോ, ഇത് ഫിജോവ മരങ്ങളാട്ടോ. ഇതിലും ഉണ്ട് ചെറിയ കായ്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ റെഡ് ടൈപ്പിലെ ഒരു പൂക്കളാട്ടോ. നമ്മുടെ നാട്ടിലെ ഈ ചാമ്പയൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ പൂക്കൾ കണക്ക് വന്നിട്ടാണ് പിന്നെ ഫിജോവ ഉണ്ടായി വരുന്നത്. ഇതാണ് ഇപ്പൊ ബ്ലൂബെറി ഫാം. ഇത് മൂടിയിട്ടേക്കുക, കാരണം ബേർഡ്സിന്റെ ശല്യം ഭയങ്കര കേട്ടോ. ഈവൻ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഭയങ്കരമായിട്ട് കിളികൾ വന്നിട്ട് ഈ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കൊത്തിയെടുത്ത് നശിപ്പിക്കും. അവര് തിന്നുന്നതാണ്, എന്നാലും നമുക്ക് ആവശ്യത്തിന് വേണ്ടിയല്ലേ. അപ്പൊ ഇവര് ഫാം ആയിട്ട് നടത്തുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു വല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ചുറ്റും ഇങ്ങനെ കാണുന്നതാണ് ഫുൾ ബ്ലൂബെറി ഫാം. അപ്പൊ നമ്മള് ഇതിന്റെ ഇടയ്ക്കുന്നാണ് ബ്ലൂബെറി പറിക്കാൻ വേണ്ടി പോണത്. ഇവിടെ നോക്കിക്കേ, ഈ ബ്ലൂബെറി കണ്ടോ, ഇത് ഫുള്ള് ഗ്രീൻ ആയിട്ടല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ പർപ്പിൾ കളറിലുള്ള അല്ലെ ഡാർക്ക് നമ്മുടെ മുന്തിരിയുടെ കളറില്ലേ, ആ കളറിലുള്ള ബ്ലൂബെറിയാണ്. ബ്ലൂബെറിക്ക് ബ്ലൂ കളർ അത് തന്നെ. അയ്യോടാ അച്ചു കണ്ടോ, അച്ചു ഒരു ബേർഡ് ഇവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്, കാണിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇവിടെ ഒരു ബേർഡ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നത് കണ്ടോ. നമുക്ക് ഇതിനെ സേവ് ചെയ്ത് കൊടുത്താലോ? Okay. It's all right. You will be fine. It's okay. ഇതിന്റെ കളേഴ്സ് കാണാനും നല്ല ഭംഗിയാണേ. നോക്കിക്കേ, ഇവിടെയാണ് ഒരു റെഡ് കളറ്, പിന്നെ വൈറ്റ്, ബ്ലാക്ക്, ഗ്രേ, ഇവിടെയായിട്ട് യെല്ലോ കളർ അല്ലേ. നമ്മളെ ബേർഡിനെ സേവ് ചെയ്തില്ലേ, അപ്പൊ നമ്മളിതിനെ പറത്ത് വിടുക കേട്ടോ. അതിനെ ഉപദ്രവിക്കുന്നത് നല്ലതല്ലല്ലോ, അപ്പൊ നമുക്ക് എന്നെ പറത്ത് വിട്ടേ കേട്ടോ. ബ്ലൂബെറീസ് കണ്ടോ, നമ്മുടെ ബ്ലൂബെറീസ് ഉണ്ടല്ലോ ഒത്തിരി ആന്റി ഓക്സിഡൻസ് നിറഞ്ഞാണ് കേട്ടോ. ഇതിന്റെ ബ്ലൂ കളർ തന്നെ ഇതിലെ ആന്റി ഓക്സിഡന്റ്, ഒരു ടൈപ്പിലെ ആന്റി ഓക്സിഡന്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഈ ബ്ലൂബെറീസ് ഉണ്ടല്ലോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇതിൽ വൈറ്റമിൻ സി റിച്ച് ആണ്, അതുകൊണ്ടാണ് ഇത് ഇമ്മ്യൂണിറ്റിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ആന്റി ഓക്സിഡൻസ് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ ഡൈജഷന് ഇതിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പ്രധാനമായിട്ടും ബ്രെയിൻ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധന. അപ്പൊ ഇത് കുഞ്ഞുങ്ങൾ വളരുന്ന പ്രായത്തില് ഇവർക്ക് ബ്രെയിൻ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൂബെറീസ് അവരുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് മാഷ് ചെയ്തിട്ട് യോഗട്ടിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ സ്മൂത്തീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തോ ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അത് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല സാധനം കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഷുഗർ. ഇപ്പൊ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഒരു തരം ഫ്രൂട്ടാണിത്. അപ്പൊ നമ്മുടെ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇത് ഒത്തിരി നല്ല സാധനം കേട്ടോ. അതുകൊണ്ട് ഡൈജഷന് വേണ്ടിയിട്ട്, അതായത് പ്രോപ്പർ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വീട്ടില് വളരെ ചെറിയ ചെടിയല്ലേ നിൽക്കുന്നത്, അതിലും ഉണ്ട് കായ്കള്, എന്നാലും ഒന്നും കിളികൾ വന്ന് പറിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വലുതാകും ഒരു ചെടി കേട്ടോ. എന്നിട്ട് ഇതിൽ കൊലയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഈ കളർ ആകുമ്പോഴാണ് നമുക്ക് എഡിബിൾ ആയിട്ടുള്ള സമയമാകുന്നത് കേട്ടോ. ഈ പച്ച കിടക്കുന്നത് കൊണ്ട് നമുക്ക് പറിച്ചെടുക്കും, ഓരോന്നായിട്ട് പറിച്ചെടുക്കണം. അപ്പൊ ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് നമുക്ക് 1 കിലോയ്ക്ക് അല്ലെ, 1 കിലോയ്ക്ക് നമുക്ക് $16 ആണ് കേട്ടോ ഇവിടെ പേ ചെയ്യേണ്ടത്. പക്ഷെ ഇത് ഇത്രയും നല്ല സാധനം ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. നമുക്ക് ഇവനുണ്ടല്ലോ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കണ്ടേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിനകത്തുനിന്ന് എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചീത്തയായി പോകുന്നുള്ള പേടിയൊന്നും നമുക്കില്ല. അപ്പം ഇങ്ങനെ എടുത്ത് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കുക. ചിലപ്പോൾ അവർ ഫ്രഷ് ആയിട്ട് കഴിക്കാൻ വേണ്ടി അവരിപ്പോൾ ചെല്ലുമ്പോഴേ ചോദിക്കും, അപ്പോൾ എടുത്ത് കൊടുക്കുക. അവർ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ TV കാണാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സ്നാക്സ് കൊടുക്കാണ്ട് ഇതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഹെൽത്തി ആകും, വലിയ പ്രോബ്ലം ഇല്ല, വയറിന് സുഖമാണ്. അപ്പം നിങ്ങൾ ബ്ലൂബെറീസ് ഒക്കെ പിള്ളേർക്ക് കൊടുത്തു കൊടുക്കണം കേട്ടോ. വളരെ നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക അല്ലേ. അതിൻ്റെ നമ്മൾ എവിടെയൊക്കെയാന്ന് നോക്കിയിട്ടുണ്ടല്ലോ,
നമ്മൾ പറ്റുന്നതൊക്കെ ഈ വല എങ്ങോട്ട് പൊക്കി കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ബ്ലൂബെറി അങ്ങ് പറിക്കും. പിള്ളേർ താഴെ നിന്ന് പറിക്കുന്നുണ്ട്, നമ്മൾ മുകളിലത്തെ പറിക്കും. ഇവിടെ ഒരു ബേർഡ് സ്റ്റക്കായിട്ട് കിടക്കാണ്. ധനു, ഇതെന്താ ധനു? ബേർഡ് എന്ത് പറ്റി? ബേർഡ് സ്റ്റക്ക് ആണല്ലേ? ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ, കൊലയായിട്ട് ഇത് കേട്ടോ, കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്, താഴെ കിടക്ക് വരുന്നു കേട്ടോ. അത് ഫുള്ള് ബ്ലൂ ആയതാണ്. ഈ കൊല കണ്ടോ? നമ്മുടെ ബ്ലൂബെറീസ് ഇങ്ങനെ നിറഞ്ഞ് കൊലയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കേട്ടാ, ഓരോ തണ്ടിലും ഉണ്ട്. നമ്മൾ നേരത്തെ പറിച്ചതിനകത്ത് കുറച്ച് ഗ്രീൻ ഒക്കെ മിക്സ്ഡ് ആയിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്ന് വരും തോറും ഉണ്ടല്ലോ ഈ നല്ല പഴുത്ത ബ്ലൂബെറീസ് നിപ്പുണ്ട്. അപ്പൊ ഞങ്ങള് ബ്ലൂബെറി എല്ലാം പറിച്ചു കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോ നമ്മൾ ഇത് വെയ് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങള് കൗണ്ടറിലോട്ട് പോവാ കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ട് ലൈക്ക് ഷെയറും ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.